യെസ്, ടി ജി മോഹൻദാസ്, നോക്കൂ, സംഘടനാപരമായ നിരവധി ദൗർബല്യങ്ങളുണ്ട്. അത് പാർട്ടിയെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പല പാഠങ്ങളും പഠിക്കും എന്ന് പ്രത്യാശിക്കാം. പക്ഷേ മുന്നനുഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു സംവിധാനത്തിലെ പാർട്ടി മുന്നോട്ട് പോകും. കാരണം ഇപ്പോഴും പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അത് പാർട്ടിയിലുമുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പുതിയ റോളിലും അദ്ദേഹം അത് കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയനല്ലാതെ മറ്റാരുണ്ട് എന്നാണ് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ എം വി ഗോവിന്ദൻ ചോദിച്ചത്. പിണറായി അല്ലാതെ മറ്റാർക്കും ഈ പാർട്ടിയെ നയിക്കാനാവില്ലെന്നാണോ, അതോ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കാൻ മറ്റാരും യോഗ്യരായിട്ടുള്ള മറ്റാരും ഈ പാർട്ടിയിൽ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തായിരിക്കും പിണറായി വിജയൻ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും അദ്ദേഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിലെ അണികൾ ജില്ലാ കമ്മിറ്റികളിലാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇനി താഴെ തട്ടിലേക്ക് പോകും, ഏരിയ കമ്മിറ്റി യോഗങ്ങളൊക്കെ ചേരും. എന്നിട്ടും പാർട്ടി പിണറായി വിജയനെ ചുമക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും കാരണം? അനിൽ നമ്പ്യാർ, നമ്മൾ ഒരു ലെവൽ ഓഫ് കംഫർട്ട് ശീലിച്ചു കഴിഞ്ഞാലേ, പ്രത്യേകിച്ചും വളരെ പ്രായമായ ആൾക്കാരൊക്കെ, അവർക്ക് പിന്നെ ആ ജീവിതശൈലി മാറിയാൽ അത് ശരിയാവില്ല. അവരുടെ ആരോഗ്യത്തെയും അവരുടെ മനസ്സിനെയും ഒക്കെ അത് ബാധിക്കും. അപ്പോൾ 10 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാൾ ഒരു സാധാരണ MLA ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ കുറച്ച് അസുഖങ്ങളും, അദ്ദേഹത്തിന് അജ്ഞാതമായ എന്തോ അസുഖമുണ്ടല്ലോ, അതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നത്. അപ്പോൾ ഈ പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ അസുഖവും ഒക്കെയുള്ള ആളിന് ആ ഒരു കംഫർട്ട് ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് റാങ്കാണ്. വേണമെങ്കിൽ സ്വന്തം വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന വീടുണ്ടാകും, ഒരു ഓഫീസ് ഉണ്ടാകും, ഗൺമാൻ, മറ്റ് സംവിധാനങ്ങൾ, പ്രൈവറ്റ് സെക്രട്ടറി, ചുരുക്കി പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ എല്ലാവിധ ചിട്ടവട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവും. വിളിച്ചാൽ വിളിപ്പുറത്ത ആൾ, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കാര്യം. നമ്പർ 2, പ്രതിപക്ഷ നേതാവിന് ഉള്ള റോളാണ് നമ്മളുടെ ലോകായുക്ത, ഉപലോകായുക്ത, ഇവരുടെ നിയമനം. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ, ഈ 3 പേര് ചേർന്നാണ് ഈ നിയമനം നടത്തുന്നത്. ആ നിയമനത്തിൽ ഭൂരിപക്ഷം കോൺഗ്രസ്സിനല്ലേ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അങ്ങനെയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒരു വാക്ക്, ഒരു ഉടക്കെടുത്തിടുകയാണെന്ന് വെച്ചോ, തങ്കപ്പനെ വെച്ചാൽ കുഴപ്പമാണ് കേട്ടോ, അയാൾ എനിക്കും തനിക്കും പാരയാകും. താൻ ഒരു കാര്യം ചെയ്യും, നാരായണനെ വയ്ക്കും, നാരായണൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ എനിക്കും ഞാൻ പറഞ്ഞാലും കുറച്ച് നാരായണൻ കേൾക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും സുഖമായിട്ട് ജീവിച്ചു പോകാം, അപ്പം നാരായണൻ പോരെ എന്ന് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു വലിയ പല്ലൊന്നും ഇല്ലാത്ത സാധനമാണ്, പക്ഷേ ഒരു വലിയ ന്യൂസൻസ് വാല്യൂ ഉണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ. 10 ലക്ഷം രൂപ ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞാൽ അത് കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല, പക്ഷേ അതൊരു ന്യൂസൻസാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ആരാ? ഇതേ ടീമാണ്. പിന്നെ ഇൻഫർമേഷൻ കമ്മീഷൻ, ഇതിലൊക്കെ പ്രതിപക്ഷ നേതാവിന് ഒരു റോളുണ്ട്, ഒരു സേ ഉണ്ട്. അപ്പോൾ അതിലും പാർട്ടി താല്പര്യങ്ങളോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളോ സ്വന്തം താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കാൻ പിണറായി വിജയന് സാധിക്കും. ആ സ്റ്റേച്ചറുള്ള വേറൊരു നേതാവ് ഇപ്പോൾ പാർട്ടിയിലില്ല. ഇനി എന്തെങ്കിലും മീഡിയ ക്ലെയറൊക്കെ കിട്ടി ആരെങ്കിലും വളർന്നു വന്നാലേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളതിൽ പിണറായി വിജയനല്ലേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പിന്നെ കാശ് ഇപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച ശ്രീ പാണ്ഡ്യാല ഷാജി 1,80,00,000 രൂപ എന്നൊക്കെ പറഞ്ഞു. ഷാജി, ഞാൻ പറയട്ടെ, നമ്മൾ രണ്ടുപേരും ഒക്കെ ദരിദ്രവാസികളാണ്. 1,80,00,000 രൂപ നമുക്ക് വലിയ തുകയാണ്. പിണറായി വിജയൻ ഇത് പ്രാതലിന് തികയില്ല. ഇപ്പോൾ എന്താ വിചാരിച്ച് 1,80,00,000 രൂപ എന്തിന് തികയുമെന്നൊരു സാധാരണ നമ്മുടെ ജില്ലാതലത്തിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനോട് ചോദിച്ചാൽ മതി. അയാൾ പറയും 1,80 എന്തിന് തികയും ചേട്ടാ, ചുമ്മാ ചേട്ടത് എന്താ പറയുന്നത്, കാശ് കാണാത്ത ദരിദ്രവാസികൾ. അങ്ങനെ നമ്മളെ വിശേഷിപ്പിക്കുകയുള്ളൂ. എനിക്കും തോന്നാറുണ്ട് 1 കോടി എന്നൊക്കെ പറയും വലിയ തുകയല്ലേ.
നമുക്കാണ്, പക്ഷേ അവർക്ക് അങ്ങനെയല്ല. എത്ര കോടി രൂപയാണ് ഈ അഴിമതിയിൽ മറിയുന്നതെന്നറിയാമോ? 10,000 കോടി രൂപയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എമൗണ്ടാണ് മറിയുന്നത് രാഷ്ട്രീയ രംഗത്ത്. അപ്പോൾ 1.80 വലിയ കാര്യമൊന്നുമല്ല. ഈ വലിയ പുണ്യാളൻ VD സതീശൻ വന്ന ഉടനെ 4 കോടി രൂപയ്ക്കല്ലേ ഈ. അപ്പോൾ പിണറായി വിജയൻ 1.80 കോടി, VD സതീശൻ 4 കോടി ഇരിക്കട്ടെ, അത് തന്നെ 6-7 ബംഗ്ലാവുകൾക്ക്. ഇനി ബാക്കി ബംഗ്ലാവുകൾ അറ്റകുറ്റപ്പണി പുറകെ വരുന്നേ ഉള്ളൂ. ഇതാണ് കാശിൻ്റെ ലെവല്. ഇപ്പോൾ ഇത്രയും കാശ് ആരുടെ കയ്യിലാണ് ഉള്ളത്? 14 ജില്ലാ കമ്മിറ്റികൾക്കും മാസം തോറും 1 കോടി രൂപ ചെലവിന് കൊടുക്കാനുള്ള പണം പിണറായി വിജയൻ്റെ കയ്യിലല്ലാതെ ആരുടെ കയ്യിലുണ്ട്? അതാണ് ആ ചോദ്യം. പിണറായി അല്ലാതെ മറ്റാര് എന്ന് ചോദിക്കാൻ ഇത്രയും വലിയ കാശുകാരനാരാ ഉള്ളത്? അപ്പം ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലേ ഇത് നിലനിൽക്കുന്നത്. ഈ സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, അത് ഇത് കുടിക്കണമെങ്കിൽ ചായയുടെയും പരിപ്പുടെയും കാശാരാ കൊടുക്കുന്നത്? അത് പിണറായി കൊടുക്കണം. പൈസ വലിയൊരു ഫാക്ടറാണ് രാഷ്ട്രീയത്തിൽ. നമ്മൾ ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്കും ശ്രീ പാണ്ഡ്യാല ഷാജിക്കും അനിൽ നമ്പ്യാർക്കും എന്തും പറയാം. നമ്മൾ സ്വതന്ത്രരാണ്, കാരണം നമുക്ക് കെട്ടുപാടില്ല, നമ്മൾ ആക്റ്റീവ് പൊളിറ്റീഷ്യൻസ് അല്ല. അതേസമയം പൊളിറ്റിക്സിൽ ഇറങ്ങിക്കഴിഞ്ഞ ആളുകളോട് സംസാരിക്കുക, അവരിത് പറയും, ഈ കോടികൾക്കൊന്നും ഒരു വിലയുമില്ല, ഇതിലൊക്കെ എത്രയോ വലിയ കോടികളാണ് മറിയുന്നത്. അത് CMRL കർത്താവിൻ്റെ ഡയറി പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോയില്ലേ? അതിനകത്തെ ഒരു ദിവസത്തെ അക്കൗണ്ടാണ് പുറത്തു വന്നത്. ഒരു ദിവസം കൊടുത്ത സംഭാവന, അടുത്ത ദിവസം എത്ര കൊടുത്തു എന്നറിയില്ല, അതിൻ്റെ അടുത്ത ദിവസം എത്ര കൊടുത്തു, ദിവസവും കൊടുക്കുകയാണോ ആഴ്ച തോറുമാണോ, ഇതൊന്നും ആർക്കും അറിയില്ല. അത് കേരളത്തിലെ ഒരു വ്യവസായിയിൽ നിന്ന് ഈടാക്കിയ പണമാണെന്ന് ഓർക്കണം. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാ കക്ഷികളും ഉണ്ട് അതിനകത്ത്, ആ ഇനിഷ്യൽസിനകത്ത്. മാധ്യമങ്ങളും ഉണ്ട്, മോശമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയധികം കാശ് മറിയുന്ന ഒരു രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു ഇൻ്റർനാഷണൽ പണക്കാരൻ വേണം. പിണറായി വിജയൻ വെറും ലോക്കൽ പണക്കാരനല്ല, ഇൻ്റർനാഷണൽ പണക്കാരനാണ്. കിഫ്ബി വഴി ഇംഗ്ലണ്ടിൽ പോയിട്ട് മണിയടിച്ച് കാശുണ്ടാക്കിയ ആളാണ്. ഇതൊന്നും പാർട്ടിയിൽ പ്രശ്നമാകുന്നില്ല കേട്ടോ. പാർട്ടിയിൽ പ്രശ്നം ഈ കാർന്നവരുടെ ധാർഷ്ട്യമാണ്. 19 വയസ്സായി കഴിയുമ്പോൾ അനിൽ നമ്പ്യാർ നമുക്കറിഞ്ഞുകൊണ്ട് എല്ലാ കാരണവന്മാരും കുറച്ച് ധാർഷ്ട്യവും അവർക്ക് തോന്നും, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല. അപ്പോൾ കല്യാണ പന്തലിലേക്ക് എനിക്കെന്താടാ ആദ്യം വളം പറഞ്ഞത്, എനിക്ക് ദക്ഷിണ തരാൻ ഞാൻ എന്താടാ എന്നൊക്കെ ചോദിച്ച് കാരണവന്മാർ കച്ചറ ഉണ്ടാക്കുന്നത്. ഇതാണ് വലിയ പ്രശ്നമായിട്ട് എല്ലാ പാർട്ടിക്കാരും ഉന്നയിക്കുന്നത്. ധാർഷ്ട്യം. ശരി, ധാർഷ്ട്യം. ശരീരഭാഷ, അതും ധാർഷ്ട്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ വന്നും പോയി എല്ലാം നമ്മൾ ചുരുട്ടിക്കൂട്ടി കഴിയുമ്പോൾ ധാർഷ്ട്യമാണ് ആകെ കൂടെ ഉള്ളൊരു പ്രശ്നം, വേറെ ഒരു പ്രശ്നവുമില്ല. ധാർഷ്ട്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ യോഗ്യനാണ്, MV ഗോവിന്ദൻ യോഗ്യനാണ്, പാർട്ടി ചെയ്തതെല്ലാം ശരിയാണ്, യാതൊരു കുഴപ്പമില്ല. ഇച്ചിരി മുൻശുണ്ടി കൂടിപ്പോയി ചേട്ടാ, അത്രേ ഉള്ളൂ. അതൊന്ന് കുറച്ചാൽ മതി. ഇത് കുറയ്ക്കാൻ ഇവർക്ക് ഈ പ്രായത്തിൽ കഴിയുകയുമില്ല. അപ്പോൾ ഇത്ര ലളിതവൽക്കരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതിലൊക്കെ വളരെ ഡീപ്പാണ് പൊളിറ്റിക്സും അതിൽ തന്നെ CPM-ഉം എത്തി നിൽക്കുന്ന അവസ്ഥ. പണം വലിയൊരു ഘടകമാണ്. പണക്കാർ ആണ് പല പാർട്ടികളെയും, ഇപ്പോൾ CPM-നെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, പൊളിറ്റിക്സിൽ പണക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഭരണത്തെ താഴെ ഇറക്കാൻ പറ്റും, കയറ്റാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിണറായി വിജയനും ലാസ്റ്റ് മിനിറ്റിലാണ് ഈ പ്രതിച്ഛായ നഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തത്. അത് കൂടുതൽ വഷളായി. മറ്റേ മോഹൻലാലുമായിട്ട് ഒരു സിനിമ പിടിച്ച് അതിറക്കി. പട്ടിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കാക്ക വന്ന് കൊത്തിയാൽ കാക്ക തിന്നോട്ടെ എന്ന് പട്ടിയും വിചാരിക്കുന്നു, പിണറായി വിജയനും വിചാരിക്കുന്നു. അത്രയ്ക്ക് ദയാലുവാണ്. അപ്പോൾ ഞാനും ഇപ്പോഴല്ല, പണ്ട് എനിക്കും ഒരു പട്ടിയുണ്ടായിരുന്നു വീട്ടിൽ. ഈ പട്ടിക്ക് ഞാൻ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടി ഒരു വറ്റ് കാക്ക കൊത്താൻ ആ പട്ടി സമ്മതിക്കില്ല. പട്ടി മുഴുവൻ തിന്നില്ലെങ്കിലും ശരി, ബാക്കി വന്നാലും ശരി, കാക്കയെ കൊത്തും. അത്രയ്ക്കാണ് കാക്കയും പട്ടിയും തമ്മിലുള്ള ഡൈനാമിക്സ് എൻ്റെ നാട്ടിൽ. ഇനി ഇതൊക്കെ സമ്മതിക്കുന്ന പട്ടി ഉണ്ടാവാം, ദയാലുവായ പട്ടി, അതിലും ദയാലുവായ പിണറായി വിജയൻ. ഇങ്ങനെയൊക്കെ വഷളായിപ്പോയി ഈ പ്രതിച്ഛായ, നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ നടത്തിയ കാര്യങ്ങൾ. പിന്നെ പിണറായി ചിരിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് നാട് നീളെ ഓരോ 500 മീറ്ററിലും വെച്ച് കഴിഞ്ഞ് ഇതൊക്കെ ഏത് PR ഏജൻസിക്ക് പോലും ബോധമില്ലാതെ പോയി, അതോ മനഃപൂർവ്വം ഇങ്ങനെ പാരവയ്ക്കുകയായിരുന്നു, എനിക്കറിയില്ല.
അതാണ് ഞാൻ നാട് നിങ്ങളെ സംശയിക്കുന്നത്. ഫോട്ടോ വെച്ച് ടി ജി കഴിഞ്ഞാൽ അതാണ് പാരയായത് കേട്ടോ. LDF അല്ലാതെ മറ്റാരുണ്ട്? അതും ചർച്ചയായി കേട്ടോ. ഈ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ അതും ചർച്ചയായിട്ടുണ്ട്. അല്ല, വോട്ടർമാർ പോലും ഉണ്ടല്ലോ, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ EVM മെഷീനില്ലേ, അതിൽ വോട്ടർമാർ നോക്കിയിട്ട് LDF അല്ലാതെ വേറെ ആരാ ഉള്ളതെന്ന് നോക്കിയിട്ട് അതിൽ ഞെക്കി. എല്ലാവരും അത് തന്നെ ചെയ്തു. LDF അല്ലാതെ വേറെ ആരാ, BJP ഉള്ളു, ആ കൂടെ BJP എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ മുദ്രാവാക്യം തിരിച്ചടിച്ചു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇത് പിണറായിക്ക് അറിയാൻ മേലായിട്ടല്ല. അവസാനമായപ്പോൾ പിണറായിക്ക് തന്നെ മനസ്സിലായി ഇത് തൻ്റെ മറ്റേ ധാർഷ്ട്യം ശരിയല്ല, അത് ശരിയല്ല. അതുകൊണ്ടാണ് പുള്ളി സംസ്കൃത ശ്ലോകം ചൊല്ലി മോഹൻലാലിനെ ഇറക്കി എന്തെല്ലാം ചെയ്തു. പക്ഷേ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ലല്ലോ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് പിണറായി വിചാരിക്കുന്നത് ഇനി ഒരു 5 വർഷം കൂടെ അദ്ദേഹത്തിന് ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് 26-31 നമുക്ക് കാണാം. 31 വരെ ജീവിച്ചിരിക്കുമോ അത് വേറെ കാര്യം. അതിപ്പം ആര് ജീവിച്ചിരിക്കും ആര് മരിച്ചു പോകും നമുക്കറിയില്ല. അപ്പോൾ ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ഏതായാലും ഇനിയൊരു അംഗത്തിനുള്ള കാശ് അങ്ങേരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാണ്. അത്രയധികം പണം സമ്പാദിച്ചിട്ടുണ്ട്. അതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിമർശനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി ഈ പറഞ്ഞ പോലെ പ്രസംഗത്തിനിടയ്ക്ക് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിസ്സാര സംഗതികളാണ്. ഇതൊന്നും ഭയങ്കര വിഷയമാക്കേണ്ടത് ഇവരുടെ പാർട്ടിയുടെ അധപ്പതനമാണ്. അത് പിന്നെ അവർക്ക് പ്രശ്നം, കാരണം അവർ ലെനിൻ, സ്റ്റാലിൻ, ക്രൂഷ്ചേവ്, ബ്രഷ്നേവ്, കിം ജോങ് ഉൻ, ഷീ ജിൻപിങ് ഇവരെയൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്യാറുണ്ടോ? അതുപോലെ പിണറായി വിജയനും വിചാരിച്ച് സമാധാനിപ്പിച്ചാൽ മതി. പാർട്ടിക്കാർ സമാധാനമായിട്ടിരിക്കണം. വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസത്തിൽ ചോദ്യങ്ങൾ പാടില്ല. അത് പണ്ടേ നിരോധിച്ചതാണ് ലെനിൻ്റെ കാലം മുതൽ. ഇപ്പോഴും അത് നിരോധിക്കപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി.